കണ്ട് അഭിജയ് നല്ല വിറ്റുകളൊക്കെ പറയണ കണ്ട്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന് മിന്നൂസിന്റെ വിചാരം. ആര് നീ വൈകുന്നേരം ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും ഈ തമാശയൊക്കെ അല്ലേ? ഈ മിന്നൂസിനെല്ലാം അറിയാം. പോവിടുന്ന് ഈ മിന്നൂസിന്റെ ഒരു കാര്യം. സത്യം ഇവന്റെ അടുത്തുനിന്ന് മാറിയിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താണ് ബാക്കില? നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ ഡയറി എന്റെ പേരിട്ടത് മനസ്സിലായ? അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? ഒരു കാര്യത്തിനിറങ്ങുമ്പോഴേക്കും ആരംഭത്തിൽ അപമാനം. കൊതുക്കടപ്പാക്കര നീ എന്റെ ശിഷ്യനാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ശരിയായി കൊടുക്കുന്ന വിജയന് അവന്റെ ഒരു എടാ വിജയെ, നിന്റെ പേരിന്റെ അവസാനത്തെ ജയില്ലേ? ആ ജയിക്കുന്നവല്ല ഈ ക്ലാസ്സിലെ ഫസ്റ്റ് മാളു. അപ്പൊ പിന്നെ നിന്റെ പേരിന്റെ അവസാനം ജയിൽ ആവശ്യമുണ്ടോ? മാളു ആണ് ജയിക്കുന്നവൻ ജയ്. അല്ല പിന്നെ മാളൊരു സംഭവം. നീ സംഭവോ സാമ്പാറോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിൽക്കണ്ട. കഴിഞ്ഞ വട്ടം ഞാനായിരുന്നില്ലേ ഫസ്റ്റ്. അപ്പൊ നീയായിരുന്നു. എവിടെയായിരുന്നു നീ? ഈ വട്ടം നീയായി ഫസ്റ്റ്. എന്നിട്ട് ഞാൻ പേരും നീ നിന്റെ പേര് വെട്ടണം. നിന്റെ പേരിന്റെ അവസാനത്തെ ജയ് വെട്ടിട്ട് ലീഡർ സ്ഥാനം രാജിവെച്ച് നീ ഓടിക്കോ. തുണിപൊക്കി ഓടിക്കോ. തുണിപൊക്കി ഓടാൻ നിന്റെ ഡാഡിയോട് പോയി പറയടി. പോടി മാളു കുണ്ടി. അശ്ശേ എടാ പാക്കര, എന്ത് വർത്താനാണ് പറഞ്ഞത്? എന്തിട്ടല്ല മാളു? അശ്ശേ എന്തിട്ടെ മാളുനെ വിളിച്ചവൻ കുണ്ടീന. അപമാനം. എടാ പാക്കര, നീ കണ്ടോ? അവൻ നാണം കെട്ട് തൂങ്ങിപ്പൊക്കി ഓടുന്നത് നീ കണ്ടോടാ? നിന്റെ കൺമുമ്പിൽ ഈ മോള് കാണിച്ചിരിക്കും. അശ്മാള് പാക്കറിനെ കാണണ്ട. അശ്ശേ എന്ത് കാണണ്ടെന്ന്? എന്തിട്ട് കാണണ്ടെന്ന്? അല്ല, അഭിജയ് തുണി പൊക്കി ഓടുന്നത്. അശ്ശി, അത് വളരെ മോശമായ ഒരു കാഴ്ചയല്ലേ? എനിക്ക് കാണാൻ വയ്യ മാളു. ഞാൻ കുടുംബത്തിൽ പറഞ്ഞതാ. എന്താടാ പാക്കര നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? ഈ ലെവലിലേക്ക് നീ ചിന്തിച്ചു പോയാ കൂർത്തക്കെട്ടവരെ? അതുകൊണ്ടല്ല മാളു, ചിലപ്പോഴേ അഭിജയ് ഉള്ളിലൊന്നും ഇട്ടിട്ടില്ലെങ്കിലോ നാണകേട്. അയ്യേ മാളു, തുണി പൊക്കി ഓടുന്നത് പക്കനെ കാണാൻ വയ്യ മാളു. പക്കനെ കാണാൻ വയ്യ. ഞാൻ കാണില്ല മാളു. ഉള്ളിലൊന്നും ഇട്ടില്ലെങ്കിലാ? എന്തൊക്കെയാണ് പറയണേ? മാളു, ഞാൻ ഉള്ളിലൊന്നും ഇടാറില്ലേ. അതിന് പറയാൻ പറ്റില്ല. അഭിജയ് ഒന്നുള്ളിലിട്ടില്ലെങ്കിലോ. നീ അവളോട് വർത്താനം പറഞ്ഞടാ.